ചിയാൻ വിക്രം തൻ്റെ ഐഡിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിട്ടാൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്ന കുഞ്ഞനാണ് ഇപ്പോൾ ചിയാൻ വിക്രമിന് പണി കൊടുത്തിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുമൊത്തുള്ള റീൽ പങ്കുവച്ചതിനാണ് നടൻ വിക്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് വനം വകുപ്പ്. ലാർ ഗിബ്ബൺ എന്ന ഇനത്തിൽപ്പെട്ട കുരങ്ങുമൊത്തുള്ള വീഡിയോയാണ് വിവാദമായത്. നടന്റെ ബന്ധുവിൻ്റെ കൈവശമുള്ള കുരങ്ങാണെന്നാണ് വിവരം. ഞായറാഴ്ച പങ്കുവച്ച റീൽ വിവാദമായതിനെ തുടർന്ന് നടൻ വീഡിയോ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ചിയാൻ. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ വനം വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞൻ കുരങ്ങിൻ്റെ പേര് ഇനത്തിൽപ്പെട്ടിരിക്കുന്നത് ലാർ ഗിബ്ബൺ എന്ന ഇനത്തിൽപ്പെട്ട കുരങ്ങാണ്. ഇന്തോനേഷ്യൻ കുരങ്ങോ മറ്റോ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധുവിൻ്റെ കൈവശമുള്ള കുരങ്ങാണെന്നാണ് വിവരം. എന്തായാലും ഇപ്പോൾ റീല് ചിയാൻ വിക്രമിൻ്റെ ഇൻസ്റ്റയിൽ കാണാനില്ല. പക്ഷേ ഇതിനകം തന്നെ അത് വൈറലായി കഴിഞ്ഞു. വനം വകുപ്പ് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഇത് എക്സ്റ്റിങ്ഷൻ ഭീഷണിയുള്ള വംശനാശ ഭീഷണിയുള്ള ഇനത്തിൽപ്പെട്ട കുരങ്ങാണ് അല്ലേ? ഇനിയിപ്പോൾ അന്വേഷണമാവുമോ? നോട്ടീസ് കൊടുത്ത സാഹചര്യത്തിൽ ഈ കുരങ്ങിനെ പക്ഷേ വിക്രം വാങ്ങിയതൊന്നുമല്ലല്ലോ. അത് ബന്ധുവിൻ്റെ കുരങ്ങിനെ എടുത്ത് കളിപ്പിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? അരുൺ, ലാർ ഗിബ്ബണുമായുള്ള വീഡിയോ സമൂഹ മാധ്യമത്തിൽ വലിയ തരത്തിൽ വൈറലായിരുന്നു. അതിപ്പോൾ നടൻ വിക്രമിന് ഒരു പണിയായി മാറിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഈ സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ തമിഴ്നാട് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായ നോട്ടീസ് നൽകിയിരിക്കുന്നത് 3 ദിവസത്തിനുള്ളിൽ വിശദാംശങ്ങൾ നൽകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗിബ്ബൺ എന്ന് പറയുന്ന ഈ കുരങ്ങ് വംശനാശ ഭീഷണി നേരിടുന്നതാണ്. അതുമാത്രമല്ല ഇന്തോനേഷ്യ, തായ്ലാൻഡ് അടക്കമുള്ള ഏഷ്യയുടെ ആ ഭാഗങ്ങളിൽ കാണുന്ന ഒരു കുരങ്ങ് കൂടിയാണ്. എങ്ങനെ ഇത് ഇന്ത്യയിൽ എത്തിയെന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്. നിലവിൽ ലഭിക്കുന്ന പ്രകാരമാണെങ്കിൽ മകളുടെ ഭർത്താവിന്റെ അച്ഛനും ബിസിനസ്സുകാരുള്ള CK രംഗനാഥന് ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ വിൽക്കുന്നതൊക്കെ ബന്ധപ്പെട്ട ഒരു കൗതുക കച്ചവടമൊക്കെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിലേക്കാണ് ഇപ്പോൾ ഈ വിരൽ ചൂണ്ടുന്നത്. ബിസിനസ്സുകാരൻ കൂടിയാണ്. അദ്ദേഹമാണ് ഈ കുരങ്ങിനെ തമിഴ്നാട്ടിൽ എത്തിച്ചെന്ന സൂചന ലഭിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നിന്നാണ് വാങ്ങിയത് എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുരങ്ങിനെ തമിഴ്നാട്ടിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് വനം വകുപ്പ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നതായതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് വിദേശത്തുള്ള കുരങ്ങായതുകൊണ്ട് ഇന്ത്യയിൽ എത്തിക്കണമെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളുണ്ട്. അത് മാത്രമല്ല അതിന് തമിഴ്നാട്ടിൽ തന്നെ വനം വകുപ്പിന്റെ മറ്റ് രേഖകളും മറ്റ് ഉത്തരവുകളൊക്കെ ആവശ്യമാണ്. അതൊന്നുമില്ലാതെയാണ് കുരങ്ങ് എന്താണെങ്കിലും തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ റീല് കാണുമ്പോൾ വലിയ കൗതുകവും രസമൊക്കെ തോന്നുമെങ്കിലും അതിനപ്പുറം വലിയ നിയമവശം കൂടി ഇതിനുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പറഞ്ഞ രംഗനാഥനെ ചുറ്റിപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ റീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ വിക്രം വലിയ പുലിപാല് പിടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും 3 ദിവസത്തിനുള്ളിൽ എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞ പോലെ തന്നെ എന്താണെങ്കിലും വിക്രം ഈ കുരങ്ങിനെ മേടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുവൊപ്പം ബിസിനസ്സുകാരനുമായുള്ള സുഹൃത്തിൻ്റെതാണ് എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും തമിഴ്നാട് വനം വകുപ്പ് ഇനിയിപ്പോൾ എന്താണ് ഈ മറുപടി കേട്ട ശേഷം ബാക്കി നടപടികൾ എടുക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 3 ദിവസത്തിനകം എന്താണെങ്കിലും വിക്രം ഇക്കാര്യത്തിൽ മറുപടി നൽകും. നിലവിൽ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നടൻ. ഓക്കെ, ലാർ ഗിബ്ബണുകൾ എന്നറിയപ്പെടുന്ന വംശനാശ ഭീഷണിയുള്ള കുരങ്ങുകളാണ്. ഇത് പ്രൈവറ്റ് വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ്. ഈ കുരങ്ങുകളെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും തടവിലാണ്. അതായത് പ്രേക്ഷകരേതുപോലെ നമ്മൾ സൂകളിലാണ് ഇവയെ സൂക്ഷിച്ചിരിക്കുന്നത് അധികവുമുള്ളത്. മറ്റ് ഇടങ്ങളിൽ വ്യാപകമായി ഇതിനെ കാണാറില്ല. ലാർ ഗിബ്ബൺസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം കുരങ്ങിനെയാണ്. ആ കുരങ്ങിനെ എടുത്താണ് ലാളിച്ചത്. 10-25 വർഷം മാത്രമേ ഇത് ജീവിച്ചിരിക്കൂ. അപ്പോൾ ഇതിന് കൗതുകകരമായ ചില ചേഷ്ടകളൊക്കെ ഉണ്ട്. അതാണ്. പക്ഷേ ഒരുപാട് പേര് ഇതിനെ വേട്ടയാടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത്. അങ്ങനെയാണ് ഈ ലാർ ഗിബ്ബൺ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങ് വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങായിട്ട് മാറിയത്. അപ്പോൾ ആ കുരങ്ങിനെ എടുത്താണ് നമ്മുടെ ചിയാൻ വിക്രം കളിപ്പിച്ചത്. അപ്പോൾ ചിയാൻ വിക്രമിൻ്റെ സ്വന്തം കുരങ്ങല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള റീലുകൾ പണി തരും എന്നുള്ളതാണ്. അപ്പോൾ അത് സൂക്ഷിച്ചൊക്കെ ഇട്ടിരുന്നെങ്കിൽ ആ നോട്ടീസ് പിടിച്ച് വാങ്ങാൻ വെക്കേണ്ടായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ചേരിട്ട് പോയതായിരുന്നു. പക്ഷേ ആ റീല് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും അല്ലേ? അതിന് മറുപടി കൊടുത്താൽ മതിയായിരിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ട് എന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഇനിയിപ്പോൾ വിശദീകരണമായിട്ട് കുറച്ച് നടക്കേണ്ടി വരും.